എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ പാറുവും പല്ലവിയും കൂടെ ക്ഷേത്രത്തിൽ പോയിട്ട് വീട്ടിലേക്ക് മടങ്ങി വരുവാണ്. അങ്ങനെ മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ മാഷും ശോഭ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നീട് പാറു മാഷിന്റെ അടുത്തേക്ക് ആദ്യം ചെല്ലുവാണ്. അച്ഛന്റെ കാല് തൊട്ട് വന്ദിച്ച് അനുഗ്രഹം മേടിക്കണം. എന്തു പറ്റും മോളെ, ഇതെന്താ ഇത് പതിവില്ലാത്ത വണ്ണമെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും പാറു പറഞ്ഞു, ഞാൻ പോകുമല്ലേ അച്ഛാന്ന് ചോദിക്കുകയാണ്. പിന്നീട് ശോഭയുടെ അടുത്തേക്ക് എന്ന് ശോഭയുടെ അനുഗ്രഹം മേടിക്കുകയാണ്. പല്ലവി പറഞ്ഞു, അതിന് നീ ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കും. ഇത് കേട്ടതും പാറു പറഞ്ഞു, എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയാം, വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയണം. ശോഭ അനുഗ്രഹിച്ചു, നിനക്ക് നല്ലത് മാത്രമേ വരുവുള്ളൂ മോളെ, നീ എവിടെയാണെങ്കിലും നല്ലത് മാത്രമേ വരുവുള്ളൂ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പാറു പറഞ്ഞു, അമ്മ പ്രാർത്ഥിക്കണം, എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയാം. എന്തിനാ എൻ്റെ മോള് പേടിക്കണേ? എവിടെയാണെങ്കിലും ദേ അമ്മയൊന്ന് വിളിച്ചാൽ മതി, മോളുടെ പേടിയൊക്കെ പിന്നെ പമ്പ അടന്നോളൂ. മോൾ ആ കാര്യത്തിലൊന്നും ഒരു പേടിക്കാൻ വേണ്ടെന്ന് പറയണം. ഈ അമേരിക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ഇതൊന്നും അല്ലല്ലോ. ദേ പോയിട്ടുണ്ടെങ്കിൽ ഇടയ്ക്ക് ഇങ്ങോട്ടേക്ക് മോൾക്ക് വരാലോ, അല്ലാതെ മോള് പിന്നെ അവിടെ സ്ഥിരതാമസത്തിന് പോകുന്നതല്ലോ എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുക. പക്ഷെ പാറുവിന്റെ ഉള്ളിലെ ചിന്ത അതല്ല, ഇത്തിരി കഴിയുമ്പോൾ തന്നെ തന്റെ വിവാഹം നടക്കും. അപ്പൊ അതിനുള്ള അനുഗ്രഹം മേടിച്ച് പല്ലവിയുടെ കാല് തൊട്ട് വന്ദിച്ച് അനുഗ്രഹം മേടിക്കുന്നുണ്ട്. പക്ഷെ പല്ലവി പറഞ്ഞു, എന്തിനാ എന്റെ കാലൊക്കെ തൊട്ട് വന്ദിക്കുന്നേ, അതിന്റെ ആവശ്യമൊന്നുമില്ലെന്ന് പറയാണ്. പക്ഷെ പാറുവിനല്ലേ അറിയത്തുള്ളൂ അതിന്റെ ആവശ്യം എന്താന്നുള്ള കാര്യം. ഇനിയിപ്പൊ തനിക്ക് ഇവരുടെ അനുഗ്രഹം മേടിക്കാനായിട്ട് പറ്റില്ല. കല്യാണം കഴിഞ്ഞാൽ എന്തായി തീരും എങ്ങനെയായി തീരും എന്നും പറയാനും പറ്റില്ല. പിന്നീട് പാറുവിന്റെ വിഷമം കണ്ടുകഴിഞ്ഞപ്പത്തിന് പല്ലവി പറഞ്ഞു, നീ ഇത്രമാത്രം സങ്കടമാണെങ്കിൽ നീ പോവണ്ട പാറു, പോവാതിരിക്കുന്നല്ലേ നല്ലതെന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ പാർവതി പറഞ്ഞു, പോവാതിരിക്കാൻ പറ്റില്ല ചേച്ചി, പോണം എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു, അതെ ഞാൻ പുറത്തു വരെ പോകാന്ന് പറയണം. ഇത് കേട്ട് ശോഭ ചോദിച്ചാൽ ഇപ്പൊ എങ്ങോട്ടാ പോണേ? ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ കാണാനുണ്ട്, ഞാൻ പോയിട്ട് വരാന്ന് പറയണം. ഇത് കേട്ടതും പല്ലവി പറഞ്ഞു, അവരെയൊക്കെ ഫോണിൽ വിളിച്ച് പറഞ്ഞാൽ പോരെ? അത് പറ്റില്ല, നേരിട്ട് കണ്ട് പറയാനുള്ളവരുടെയൊക്കെ നേരിട്ട് കണ്ട് പറയണമെന്ന് പറയണം. അത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് ശോഭ ചോദിച്ചു, അല്ല നീ ആ വിശ്വത്തെ എങ്ങനെ കാണുമെന്ന് ചോദിക്കും. നിങ്ങൾക്ക് പേടിയായിരിക്കുമല്ലേ ഞാൻ ആ വിശ്വത്തെ കാണാൻ പോകുമെന്ന്, അതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെ ഭയപ്പെടുന്നതെന്ന് ചോദിക്കുക. അതെ നല്ല പേടിയുണ്ട് മോളെന്ന് പറയാം. തൽക്കാലത്തേക്ക് ആ പേടി വേണ്ട, ഞാൻ വിശ്വത്തെ കാണാനൊന്നും പോകുന്നില്ല, ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ഭയം വേണ്ട, എന്ന് ഞാൻ പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് പാറു അങ്ങോട്ടേക്ക് ഇറങ്ങുവാണ്. ഇറങ്ങിയിട്ട് വീട്ടിനകത്തേക്ക് ഒന്ന് നോക്കി. ഇത്രയും കാലം താൻ ജനിച്ചു വളർന്ന വീട്, കുറെ ഓർമ്മകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഒരു നിമിഷം കൊണ്ടെല്ലാം നഷ്ടപ്പെടാനായിട്ട് പോവുക. പിന്നീട് പാറു അങ്ങ് ഇറങ്ങി നടക്കുവാണ്. ഈ സമയത്ത് പല്ലവി എടുത്ത് ശോഭ പറഞ്ഞു, അതെ അവൾക്ക് നല്ല മാറ്റം ഉണ്ടല്ലേ, എല്ലാം ഒന്ന് ഇതായാ മതിയായിരുന്നു. ഇനി അവിടെ ചെന്ന് ഒരു സങ്കടമൊന്നുമില്ലെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനിക്കൊരു സമാധാനം ആവുള്ളൂ പറയണം. ഇത് കേട്ട് ഞാൻ പല്ലവി പറഞ്ഞു, എന്തിനാ അമ്മ ഇത്ര ടെൻഷൻ അടിക്കുന്നേ, അമ്മ ടെൻഷൻ അടിക്കാതിരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പല്ലവി ശോഭനെ ആശ്വസിപ്പിക്കുകയാണ്. ആ സമയത്ത് ഇന്ദ്രൻ നേരെ ഹാളിലേക്ക് വരുവാണ്. വിശ്വവും രാജലക്ഷ്മിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ദ്രനൊരു കവറൊക്കെ പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് വന്നിട്ട് പറഞ്ഞതേ ഈ കവർ നിനക്കുള്ളാന്ന് പറഞ്ഞ് വിശ്വത്തിന് കൊടുക്കുകയാണ്. ഇതെന്താട്ടെ ഈ കവറിനകത്ത്, നീ തുറന്നു നോക്ക്. ഇന്ന് ഞാൻ ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി കഴിഞ്ഞപ്പോഴത്തേനും ഈ ഒരു മുണ്ടി ഷർട്ടും കണ്ടു, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഞാൻ അതും കൂടെ വാങ്ങിയെന്ന് പറയണം. നീ അത് തുറന്നു നോക്കാൻ പറയണം. അങ്ങനെ വിശ്വം തുറന്നു നോക്കി. ഇതെന്താ കല്യാണ ഡ്രസ്സ് പോലെ ഉണ്ടല്ലോ എന്ന് പറയണം. അതെനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് വാങ്ങിയതാ, എനിക്ക് പെട്ടെന്ന് നിന്നെ ഓർമ്മ വന്നെന്ന് പറയാം, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വാങ്ങിയെന്നുള്ളതെന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ രാജലക്ഷ്മി പറഞ്ഞു, നീ ആളെ കൊള്ളാലോടാ, എടാ നീ എനിക്ക് എന്താ വാങ്ങിയത്, ഇവരിത് വാങ്ങിയിട്ട് എനിക്കൊരു സാരി വാങ്ങിച്ചിട്ടുണ്ടോ മേലായിരുന്നോ? അതെ അമ്മയ്ക്ക് ഇവിടെ ഉടുക്കാത്ത എത്രയോ സാരി അലമാരിക്കകത്തിരിപ്പുണ്ട്, അതിലേതെങ്കിലും അങ്ങനെ എടുത്ത് ഉടുത്താൽ മതി എന്ന് പറയാണ്. നീ കൊള്ളാലോടാ എന്നൊക്കെ പറയാണ്. പിന്നീട് വിശ്വത്തോട് പറഞ്ഞു, അതെ നീ ഇതെന്ന് ഇടാൻ പറയാണ്. ഇതെന്താട്ടാ കല്യാണ ഡ്രസ് അല്ലേ, അതെങ്ങനെ ഞാൻ ഇടുന്നതെന്ന് ചോദിക്കുകയാണ് എപ്പോഴും. അത് കുഴപ്പമില്ല, ഇനിയിപ്പൊ നിനക്ക് ഇപ്പൊ ഇടാൻ ബുദ്ധിമുട്ടേണ്ട, വേണ്ട നീ നിന്റെ കല്യാണത്തിന് ഇട്ടാൽ മതി എന്ന് പറയാണ്. എന്നും പറഞ്ഞിട്ട് ഇന്ദ്രൻ നിൽക്കുന്ന സമയത്ത് വിശ്വം അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് ഒരു നിമിഷം ആലോചിച്ചെന്ന് രാജലക്ഷ്മി പറഞ്ഞു, എടാ നിനക്ക് ഇത് എന്ത് പറ്റി, നിനക്ക് ശരിക്കും ഇപ്പൊ ഭ്രാന്തായതാണോ, ഇപ്പൊ നീ ഭ്രാന്ത് അഭിനയിക്കുന്നതാണോ എന്ന് ചോദിക്കും. എന്റെ അമ്മേ, ഇനി ഭ്രാന്തൊക്കെ കാണാൻ പോകുന്നല്ലേ ഉള്ളൂ, എന്റെ ഭ്രാന്തല്ല വേറെ പലരുടെയും ഭ്രാന്ത്. നീ എന്താ എടാ ഈ പറയണെന്ന് നിൽക്കും. എന്റെ അമ്മേ, അമ്മ കണ്ടോ, ഇനിയാണ് ഇവിടെ പലതും നടക്കാനായിട്ട് പോന്നേ, അമ്മ ഇത്രയും നാള് കരുതിയിരുന്ന പോലുള്ള കാര്യങ്ങളൊന്നും അല്ലരും നടക്കാൻ പോന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ദ്രൻ അങ്ങോട്ട് കയറിപ്പോ. ഒന്നും രാജലക്ഷ്മിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല, ഇവരെന്തായി പറയണേ. ഭയങ്കര സ്നേഹവും ഇപ്പൊ അനിയനോട്, അത് എന്തിനു വേണ്ടിയാന്ന് അറിയത്തില്ല, വളർത്താനാണോ കൊല്ലാനാണോ ഒന്നും അറിയത്തില്ല, പക്ഷെ എന്തോ അവൾ നല്ല മനമാറ്റം വന്നിട്ടുണ്ട് ഇന്ദ്രന് എന്ന് രാജലക്ഷ്മിക്ക് മനസ്സിലായി. ഈ സമയം ആകപ്പാടെ വിഷമിച്ചു പോയെന്ന് കരയുവാണ് ശോഭയുടെ കരച്ചിൽ കണ്ടാണ് പല്ലവി അങ്ങോട്ടേക്ക് വേണം. എന്താമ്മേ, അമ്മ എന്താ കരയണേന്നൊക്കെ ചോദിക്കണം. അത് പിന്നെ കണ്ണിനകത്തൊരു പൊടി പോയി മോളേന്ന് പറയണം. പൊടിയോ? എനിക്ക് മനസ്സിലായി ഇത് പൊടി തന്നെയാന്നുള്ള കാര്യം. അതെ അമ്മേ, അമ്മ വിഷമിക്കണേ എന്തിനാ, അവളൊരു നല്ല കാര്യത്തിന് വേണ്ടിട്ടല്ലേ പോന്നേ, അവള് ജോലിയൊക്കെ കിട്ടിക്കഴിയുമ്പോ കണ്ടോ ഇവിടെയൊക്കെ മറന്നു പോകുന്നു പറയണം. പിന്നെ അവള് വല്ലപ്പോഴും ഇങ്ങോട്ട് വന്നാലായി. ഇത് കേട്ടപ്പോ ശോഭ പറഞ്ഞു, അതൊന്നും ഓർത്ത് എനിക്ക് ടെൻഷൻ ഇല്ല, അവളെ കാണാതിരിക്കുമ്പോ ഒരു
കാണാതിരിക്കുമ്പോ നല്ല കഥയെ എന്നാ ഒരു കാര്യം ചെയ്യുക, അവളെ വിടണ്ടെന്ന് വെക്ക്. അങ്ങനെയാണ് പ്രശ്നങ്ങളൊക്കെ തീരൂലോ എന്ന് പറയാ. വിടാതിരുന്നാൽ എങ്ങനെയാ മോളെ ശരിയാവുന്നേ? വിടാതിരുന്നാൽ ശരിയാവത്തില്ല. ആ വിശ്വത്തെ പേടിച്ചെന്നെ വിടുന്നതന്നെ. ആ വിശ്വം ഇല്ലായിരുന്നെങ്കിൽ അവൾക്ക് ഇവിടെ കഴിയായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. ഏതെങ്കിലും ഒരു പയ്യനെ കണ്ടെത്തി കല്യാണം നടത്തി കൊടുക്കായിരുന്നു. ഇപ്പൊ എല്ലാം തകർന്നു പോയില്ലേന്ന് ചോദിക്കാം. എങ്കിലും അമ്മ എങ്ങനെ സങ്കടപ്പെടാതിരിക്കുക. അവള് നല്ല കാര്യത്തിന് പോയിട്ട് അവൾ വിജയിച്ച് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയല്ലേ ചെയ്യണ്ടേ? അതിന് അമ്മ ഇങ്ങനെ കരഞ്ഞു നിലവിളിച്ചിരുന്ന അവൾക്ക് സന്തോഷമാവുമോ? പോകുന്ന സമയത്ത് അവൾക്കും വിഷമാവില്ലേന്ന് ചോദിക്കുക. ഓ അത് ശരിയാ, ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് ഓർത്തില്ല. സങ്കടം വന്നോണ്ട് അങ്ങോട്ട് കരഞ്ഞു പോയതാ മോളെ എന്നൊക്കെ പറയാണ്. ആ സമയം പല്ലവിയുടെ ഫോണിലേക്ക് സേതുവിന്റെ കോള് വരുവാണ്. സേതു വിളിച്ചിരിച്ചു, പല്ലവി എവിടെയാ? ഞാൻ വീട്ടിലാ സേതുവേട്ടാ. അതെ, ആ ആധാരത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. മുന്നാധാരത്തിന്റെ ഇത് ഇന്ന് കിട്ടുമെന്നാ പറഞ്ഞേ. നമുക്ക് രജിസ്റ്റർ ഓഫീസ് വരെ പോണെന്ന് പറയാം. എന്നാ ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാം സേതുവേട്ടാന്നൊക്കെ പറയണം. അതെ, സേതുവേട്ട അമ്മ വിളിച്ചേ രജിസ്റ്റർ ഓഫീസ് വരെ പോണമെന്ന്. അതെങ്കിൽ ഞാൻ പോയിട്ട് വരട്ടെ എന്ന് ചോദിക്കണം. എന്നാ ശരി, മോള് പോയിട്ട് വരാൻ പറയണം. ഈ സമയം പാറും വിശ്വങ്ങളുടെ രജിസ്റ്റർ ഓഫീസിലേക്ക് വരുവാണ്. അപ്പോഴേക്കും ശരണം വന്നു. ശരണം ചോദിച്ചാൽ സാക്ഷികളില്ലേന്ന് ചോദിക്കാം. അവര് വരുമെന്ന് പറയണം. എന്നാൽ ശരി, സാക്ഷികളും കൂടെ വന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാന്ന് പറയണം. അതുവരെ നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ പറയണം. ഒത്തിരി താമസം പിടിക്കോ? എവിടെ? നിങ്ങളുടെ കാര്യങ്ങളെല്ലാം എഴുതി കുത്തി വെച്ചേക്കുക, ഇനി സൈൻ ചെയ്താൽ മാത്രം മതി. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ആ നോട്ടീസ് ബോർഡ് ഞാൻ പറിച്ചു കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനിപ്പോൾ അത് കണ്ടിട്ട് ആരും പ്രശ്നം ഉണ്ടാക്കണമെന്ന് കരുതിയിട്ടാണ് പറിച്ചു കളഞ്ഞേ. അപ്പം അതിനിച്ചിട്ട് പൈസ ചിലവുണ്ട്, പൈസ വേണമെന്ന് പറയണം. അത് കേട്ടതും ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് വിശ്വം പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് കൊടുക്കണം അവൻ്റെ കയ്യിലേക്ക്. അവിടുന്ന് മേടിച്ച് പോക്കറ്റ് ഇട്ട് പറഞ്ഞു, അതെ എനിക്ക് മാത്രമല്ല കേട്ടോ, ഇവിടെ വേറെ പലരും ഇരിക്കുന്നുണ്ട്. അവരൊക്കെ പുറമെ എങ്ങനെയും ചോദിക്കത്തില്ലെന്നുള്ളൂ, പക്ഷെ കണക്ക് പറഞ്ഞ് അവർ എന്നോട് പൈസ മേടിക്കുമെന്ന് പറയാണ്. എന്നാൽ ശരി, ഇത്തിരി കഴിയുമ്പോൾ കാണാം, എത്രയും ഇവിടെ സാക്ഷികളായിട്ട് വരാൻ നോക്ക് എന്ന് പറഞ്ഞിട്ട് ശരവണ്ണകത്തേക്ക് കയറിപ്പോയി. ഈ സമയം രജിസ്റ്റർ ഓഫീസിന് മുന്നേ നിന്ന പാറുവിനോട് വിശ്വം പറഞ്ഞു, നമുക്ക് ഇത്തിരി അങ്ങോട്ട് മാറിയിരിക്കാം. ഒരു മതിലുണ്ടായിരുന്നു, ആ മതിലിന്റെ പുറയിലേക്ക് വന്ന് നിൽക്കുവാണ്. ഇനി ഇവിടെ വന്നിട്ട് നമ്മളെ ആരെയും കാണണ്ട, അതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് മാറി നിൽക്കാന്ന് പറഞ്ഞ് അവിടെ വന്ന് നിൽക്കുവാണ്. ആ സമയത്താണ് സേതും പല്ലവിയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നേ. അവർ രണ്ടുപേരും വണ്ടി വന്ന് ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് അകത്തേക്ക് കയറി പോകണം. അപ്പൊ ആധാരത്തിന്റെ കാര്യത്തിന് വേണ്ട. അങ്ങനെ അകത്ത് കയറി ചെന്നപ്പോഴത്തെ ശരവണൻ ചോദിച്ചു, നിങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നോന്ന് ചോദിക്കുക. അതെന്താ ശരവണ, വരണ്ടായിരുന്നു ചോദിക്കുക. അയ്യോ, അതിനൊരു കുറച്ച് താമസമുണ്ട്. ഇന്നാണ് ഇവിടെ 100 കൂട്ടം പണിയുണ്ട്, പോരാത്തിന്റെ കല്യാണമുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് പറയണം. ഓ അങ്ങനെയാണല്ലേ, അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ പോയിട്ട് പിന്നെ ഒരു ദിവസം വരാം. അത് വേണ്ട, ഇന്ന് തന്നെ ഇത് കൊണ്ടുപോയാൽ മതി. എത്ര താമസിച്ചാലും പേപ്പർ തന്നോ ഞാൻ വിടത്തുള്ളൂ. സേതുവണ്ണ കുറച്ചങ്ങോട്ട് മാറി നിന്നാൽ മതി, ഇത്തിരി കഴിയുമ്പോഴത്തേനും ഞാനങ്ങോട്ട് വിളിപ്പിക്കാന്ന് പറയാനല്ല, എടുത്തു വെച്ച് കഴിയുമ്പോഴത്തേനും. അന്ന് ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് സേതുവും പല്ലവിയും പുറത്തേക്ക് വരുവാണ്. പിന്നീട് പല്ലവിയോട് സേതു പറഞ്ഞു, അതെ ഇപ്പൊ ഇന്നെന്ത് കല്യാണമൊക്കെ ഉണ്ടെന്നാ പറഞ്ഞേ, നമുക്ക് എന്നിങ്ങനെ ഒരു കല്യാണം നടത്താനായിട്ട് പറ്റുമെന്ന് ചോദിക്കാം. ഇത് കേട്ടത് ഒരു നിമിഷം ആലോചിച്ചിട്ട് സേതു പറഞ്ഞു, നടക്കും, എല്ലാം നടക്കും, അതിനുള്ള സമയം വരുന്നുള്ളൂ. ഡിവോഴ്സ് കഴിഞ്ഞ ഉടനെ നമ്മുടെ കല്യാണം ഉണ്ടാവും എന്ന് പറയണ. പല്ലവി പറഞ്ഞു, അത് ശരിയാ, ഡിവോഴ്സിന് ഉടനെ കിട്ടുമായിരിക്കും അല്ല സേതുവേട്ടാന്ന് ചോദിക്കുക. കിട്ടാതെ എവിടെ പോകാനാ പല്ലവി, നീ ധൈര്യമായിട്ടിരിക്കുക, എന്ത് വന്നാലും നിന്നോടൊപ്പം ഞാനില്ലേ, പിന്നെ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ എന്തിനാന്ന് ചോദിക്കണം. ആ സമയത്ത് ആ മതിലിന്റെ സൈഡിലായിട്ട് പാറുവും വിശ്വം നിൽക്കുന്നുണ്ടായിരുന്നു. അവര് കണ്ടില്ല സേതുവും പല്ലവി അവിടെ നിൽക്കുന്നത്. ആരും കാണില്ലെന്ന് കരുതിയിട്ട് മാറി നിൽക്കുമായിരുന്നു അവര്. ആ സമയം രാജലക്ഷ്മി അടിച്ചു വാരിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്തേ എന്റെ മമ്മി ഇന്ദ്രൻ എങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നേ, ഇങ്ങനെ അടിച്ചു വരേണ്ട കാര്യമുണ്ടോന്ന് ചോദിക്കും. ദേ നീ ഒരക്ഷരം മിണ്ടിപ്പോയേക്കല്ലേ, എല്ലാത്തിനും കാരണം നീയാ. ഒരു വേലക്കാരനെ കൊണ്ട് നിർത്താന്ന് വെച്ചാൽ 10 ദിവസം തേക്കുന്നതിന് മുമ്പ് നീ അവരെ ഓടിക്കില്ലേ, അത് പിന്നെ അവരവരുടേതായ ജോലി ചെയ്തേ പിന്നെ ഞാൻ ഓടിക്കില്ലേന്ന് ചോദിക്കാം. അതുകൊണ്ടെന്താ, ഇപ്പൊ ആരും ജോലിക്ക് വരാറായി, എത്ര കൈയും കാര്യം പിടിച്ചിട്ടാണെന്നറിയോ ഒരാളെ ജോലിക്ക് കിട്ടുന്നേ, ആ സമയത്ത് നിന്റെ ഞാൻ പറയണില്ല എന്നൊക്കെ പറയണം. ഇത് കേട്ടതും ഇന്ദ്രൻ പറഞ്ഞു, എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ, ഒരു നല്ല കാര്യം നടക്കാൻ പോയില്ലെന്ന് ചോദിക്കുക. നല്ല കാര്യം അതെന്താ, അതൊക്കെ ഉണ്ടെന്ന് പറയാണ്. അങ്ങനെ അടിച്ചു വരുന്ന സമയത്ത് നിലത്തൊരു ബില്ല് കിടക്കുന്ന കണ്ടു. അത് രാജലക്ഷ്മി എടുക്കണം. ഇതെന്താടാ മാലയും താലിയൊക്കെ മേടിച്ചേക്കുന്നേ, ഇതാര് മേടിച്ചാ, നീ മേടിച്ചാണെന്ന് ചോദിക്കും. എന്റെ അമ്മേ, അത് പഴയ വല്ല ബില്ലും ആയിരിക്കും എന്ന് പറയാം. അല്ലട മോനെ, പുതിയ ബില്ലാന്ന് പറയണ. പുതിയ ബില്ലോ? അതെ പുതിയ ബില്ല് തന്നെയാന്ന് പറയണ. എന്നാ പിന്നെ ആര് മേടിക്കാനാ? എടാ വിശ്വം എങ്ങാനും ആണോ? എനിക്ക് സംശയം തോന്നുന്നുണ്ട്, അവളെ അങ്ങനെ കല്യാണം കഴിച്ച് കൊണ്ട് കൂട്ടിക്കൊണ്ട് വരാനാണോ? അങ്ങനെയാണ് വെറുതെ വെച്ചേക്കില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇന്ദ്രൻ ആലോചിച്ചിട്ട് പറഞ്ഞു, എൻ്റെ അമ്മേ അതൊന്നും അല്ല സംഭവം, ഇത് ഞാൻ പല്ലവിക്ക് വേണ്ടി മേടിച്ച താലി മാലയാന്ന് താലിയുടെ മലയുടെ ബില്ലാന്ന് പറയണേ. പല്ലവിക്ക് വേണ്ടി ഇപ്പം എന്തിനാ നീ മേടിച്ചേ? അതിനെ പല്ലവി ഇങ്ങോട്ട് വന്നില്ല പിന്നെ എന്താന്ന് ചോദിക്കുക. അമ്മേ അവള് വരുന്ന സമയത്ത് അവളെ അണിയിക്കാനായിട്ട്, നേരത്തെ അവള് വലിച്ചു പൊടിച്ച് കളഞ്ഞിട്ട് പോയില്ലേ, അപ്പൊ പുതിയത് കെട്ടാനായിട്ട് വാങ്ങിച്ച. എടാ എന്നിട്ട് താലി മാലയൊക്കെ എന്തിയേ? ഞാൻ ലോക്കർ വെച്ചെന്ന് പറയണം. എന്നോട് ഒരു വാക്ക് പോലും പറയാം, നീ അതുകൊണ്ട് ലോക്കർ വെച്ചോ, എന്നെ കാണിക്കേണ്ട അല്ലാടെന്ന് ചോദിക്കണം. ഓ ഇതൊക്കെ എന്ത് കാണാനമ്മേ, അമ്മ എന്നെ ഒട്ടും കണ്ടിട്ടില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുവാണ്. ഈ സമയത്ത് സാക്ഷികൾ വരാതെ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് നിൽക്കുവാണ്.
വിഷുവും പാറും കൂടെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത്.